പക്ഷെ ഇപ്പം സുകുമാരൻ നായർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, വെള്ളാപ്പള്ളി കൂടെയുണ്ട്, താനും കൂടെയുണ്ട്. ഇനിതാ ഈ മറ്റേ സംഗമം, ഏത് സംഗമം? പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കൂടിയാവുമ്പോൾ കേരളത്തിലെ മൊത്തം മുസ്ലിം വിഭാഗവും പിണറായി വിജയനൊപ്പം വരും. ഒരുപക്ഷെ അതിനുശേഷം ധ്യാന ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയും കുരിശിന്റെ വഴിയും ഒക്കെ നടത്തി കഴിയുമ്പോൾ കേരളത്തിലെ ആരും വരും? ക്രൈസ്തവരും വരും. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം 140 സീറ്റിലും LDF ജയിക്കും. അപ്പോൾ തനിക്ക് തന്റെ കേന്ദ്ര സ്ഥാനത്തേക്ക്, താക്കോൽ സ്ഥാനത്തേക്ക് തനിക്ക് തന്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ തന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിയമിക്കാൻ കഴിയുമെന്ന് സുകുമാരൻ നായർ സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചതും നല്ലത്, സംഭവിക്കാനിരിക്കുന്നതും നല്ലത് എന്നൊക്കെ പറയുമെങ്കിലും സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം കാരണഭൂതത്തിനെ തൊട്ടു സുകുമാരൻ നായർ ഇതാ പെടാൻ പോകുന്നു. ഒരുപക്ഷെ സുകുമാരൻ നായരുടെ ജീവിതത്തിലെ ആദ്യത്തെ അയാളുടെ തന്ത്രം പൊളിയുന്നത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സുകുമാരൻ നായർ പറഞ്ഞത് ആരും കണക്കിലെടുക്കില്ല എന്ന് കേരളം നേരത്തെ കണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നായന്മാർ മുഴുവനും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സുകുമാരൻ നായർ പറഞ്ഞു, ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന കാരണഭൂതത്തിന്റെ പാർട്ടിക്കാരും വോട്ട് ചെയ്യരുത്, കാരണഭൂതത്തിന്റെ പാർട്ടി തോൽക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റി സുകുമാരൻ നായർക്ക് പുല്ലിന്റെ വില, സുകുമാരൻ നായർ പറഞ്ഞത് പുല്ലിന്റെ വില, അത്രയേ ഉള്ളൂ. അപ്പോൾ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായരുടെ രാഷ്ട്രീയ ജീവിതം തീരുന്നു, കാരണഭൂതം തീർത്തു കൊടുക്കും എന്ന് ശക്തിധരൻ പറയുകയാണ്. ശക്തിധരൻ അങ്ങനെ വെറുതെ പറയുന്നതല്ല, ശക്തിധരന്റെ ഓരോ വാക്കും വളരെ വളരെ കൃത്യമാണ്. അപ്പം ഇനി VD സതീശൻ പറയുന്നത് എന്താണെന്നറിയോ? VD സതീശൻ പറയുന്നത് അതേ പത്രത്തിലെ മാതൃഭൂമി തന്നെ ഉണ്ടാവും. VD സതീശൻ പറയുന്നത് മാതൃഭൂമിയുടെ 12-ാം പേജിൽ പറയുന്നത്, NSSനെ പ്രകോപിപ്പിക്കാനില്ല, മലക്കം മറിഞ്ഞത് CPM എന്ന് കോൺഗ്രസ്. അപ്പം കോൺഗ്രസ് പറയുന്നത് NSSനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, ശബരിമല വിഷയത്തിൽ സർക്കാരിനെ അനുകൂലിച്ച് രംഗത്തെത്തിയ NSSനെ പ്രകോപിപ്പിക്കാൻ കോൺഗ്രസ് ഇല്ല. അതേസമയം നിലപാട് മാറ്റിയത് CPM ആണെന്നും ലക്ഷ്യം വോട്ടാണ് എന്നും വിശദീകരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം ശനിയാഴ്ച വ്യക്തമാക്കി. UDF എടുത്തിരിക്കുന്നത് മതേതര നിലപാടാണ്, അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതക്കെതിരാണ്. നേരത്തെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന CPM ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ തുടരുന്നു. അപ്പോൾ NSSനോട് നേരിട്ട് മുട്ടാൻ കോൺഗ്രസ് പോകുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നായന്മാരുടെ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. BJP ഒരു പരിധി വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ വോട്ടുകൾ ഇങ്ങനെ ചോർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും NSSന്റെ മഹാഭൂരിപക്ഷം പേരും കാലങ്ങളായി വോട്ട് ചെയ്യുന്നത് UDFനാണ്. അപ്പൊ സതീശൻ വിശ്വസിക്കുന്നു തിരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ. അപ്പൊ ഈ നിലപാട് ഇനി സുകുമാരൻ നായർ നിലപാട് മാറ്റിയില്ലെങ്കിലും നായർ സമുദായ അംഗങ്ങൾ തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് സതീശൻ. അതുകൊണ്ട് തന്നെ സതീശൻ സുകുമാരൻ നായരുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ ഒരു തന്ത്രമുണ്ട്, ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇതില് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഉള്ളിലുള്ള പേജില് വിശ്വാസ സംരക്ഷണം അയവില്ലാതെ NSS. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ BJPക്കും കോൺഗ്രസിനും രാഷ്ട്രീയ ലക്ഷ്യം എന്ന് G സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ്. അങ്ങനെ മാതൃഭൂമി, മനോരമയും ഏതാണ്ട് മനോരമ ഇന്ന് അങ്ങനെ ഈ രാഷ്ട്രീയ വിഷയം അങ്ങനെ അങ്ങോട്ട് ഏറ്റുപിടിച്ചിട്ടില്ല. ഞാൻ മനോരമയുടെ ഉള്ളിൽ ഏതോ ഒരു പേജിൽ ചെറിയ വാർത്തയാണ് മനോരമ കൊടുത്തത്. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനും വെള്ളാപ്പള്ളിക്കും ഒപ്പം സുകുമാരൻ നായർ പറഞ്ഞത് ഞങ്ങൾ സർക്കാരിനും മാത്രമല്ല വെള്ളാപ്പള്ളിക്കും ഒപ്പമാണ് എന്ന് സുകുമാരൻ നായർ പറയുന്നു. NSSന്റെ സമദൂര രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും എന്നാൽ ശബരിമലയും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെയും നയങ്ങളോട് യോജിപ്പാണ് ഉള്ളത് എന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറയുന്നു. ഇപ്പോഴത്തെ നിലപാടിന് NSSന്റെ രാഷ്ട്രീയ നയവുമായി ബന്ധമില്ല. അപ്പോഴും ഒരു ചെറിയ ഒരു സംശയം സുകുമാരൻ നായർ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ സമദൂരത്തിൽ ഞങ്ങൾ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല, പക്ഷെ സമദൂരത്തിലെ ശരിദൂരമാണ് ഇപ്പോൾ പറയുന്നത്.
അപ്പോൾ സുകുമാരൻ നായർക്ക് എപ്പോഴും വാക്കുമാറ്റാം. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, 2 തവണയായില്ലേ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് വരും ദിവസങ്ങളിൽ സുകുമാരൻ നായർ പറഞ്ഞുകൂടായികയില്ല. കാരണം സുകുമാരൻ നായർക്കെതിരെ എന്തൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ എത്ര കേട്ടതാണ്. ഈ വെള്ളാപ്പള്ളിക്കെതിരെ എന്തൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് പിണറായി പറഞ്ഞത്. പിണറായി മാത്രമല്ല, VS-ഉം CPM നേതാക്കളൊക്കെ പിണറായിയെ എത്രമാത്രം, വെള്ളാപ്പള്ളിയെ എത്രമാത്രമാണ് ആക്ഷേപിച്ചത്. വെള്ളാപ്പള്ളിയെ ആക്ഷേപിച്ച അത്രയും നിശിതമായി ഒരുപക്ഷെ CPM നേതാക്കന്മാർ മറ്റൊരു സമുദായ നേതാവിനെയും ആക്രമിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. എന്നിട്ടും ഇയാള് വെള്ളാപ്പള്ളി പോയിക്കിട്ട് പിണറായി വിജയന്റെ ചെരുപ്പ് നക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന് വെള്ളാപ്പള്ളിക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടാവാം, അത് നേടിയിട്ടുണ്ടാവാം, അത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യം വെള്ളാപ്പള്ളിക്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ മരുമകന്റെ പേരിലുള്ള ഈ ക്രിമിനൽ കേസ് ഒഴിവാക്കണം. ഈ ധനലക്ഷ്മി ബാങ്കുമായി ഇടപെട്ട ഇടപാടുകളിൽ അദ്ദേഹത്തിന് തലയുയരണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തലയുയരണം. മറ്റൊന്ന്, ഒരുപാട് സാമ്പത്തിക അഴിമതികളുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം. എല്ലാറ്റിലുമുപരി ഇനി വരാൻ പോകുന്നത് 3ാം തവണയും പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് സുകുമാരൻ നായർ വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കേട്ടോ. നേരത്തെ അടുത്ത് UDF വരുമെന്നും UDF വന്നാൽ തന്നെയും UDFന്റെ അമരത്ത് ലീഗുകാരായിരിക്കുമെന്നും സുകുമാരൻ നായർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പം സുകുമാരൻ നായർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, വെള്ളാപ്പള്ളി കൂടെയുണ്ട്, താനും കൂടെയുണ്ട്. ഇനിതാ ഈ മറ്റേ സംഗമം, ഏത് സംഗമം, പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കൂടിയാവുമ്പോൾ കേരളത്തിലെ മൊത്തം മുസ്ലിം വിഭാഗവും പിണറായി വിജയനൊപ്പം വരും. ഒരുപക്ഷെ അതിനുശേഷം ധ്യാന ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയും കുരിശിന്റെ വഴിയും ഒക്കെ നടത്തി കഴിയുമ്പോൾ കേരളത്തിലെ ആരും വരും, ക്രൈസ്തവരും വരും. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം 140 സീറ്റിലും LDF ജയിക്കും. അപ്പോൾ തനിക്ക് തന്റെ കേന്ദ്ര സ്ഥാനത്തേക്ക്, താക്കോൽ സ്ഥാനത്തേക്ക് തനിക്ക് തന്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ തന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിയമിക്കാൻ കഴിയുമെന്ന് സുകുമാരൻ നായർ വിശ്വസിക്കുന്നു. ഇത്രയുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾക്കൊക്കെ അറിയാം, G ശക്തിധരന്റെ വാക്കുകളാണ്. കാരണഭൂതത്തെ തൊട്ടവൻ എന്താവും, തൊട്ടവൻ പൊട്ടും, തൊട്ടവൻ ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ 2 ധ്രുവങ്ങളാണ് നിൽക്കുന്നത്. സുകുമാരൻ നായർ ഇല്ലാതാകുമോ, അതല്ല VD സതീശനാണോ ഇല്ലാതാകാൻ പോകുന്നത്, അതുമല്ലെങ്കിൽ കാരണഭൂതമാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വരും മാസങ്ങളിൽ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.